ഇന്ന് നമുക്കൊരു പാസ്ത എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വെജ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും ബീഫ് ആണെങ്കിലും ഇതുപോലെ തന്നെയാണ്. മീറ്റിൽ മാത്രം മാറ്റം വരുത്തിയാൽ മതി. അതിനായിട്ട് ആദ്യം ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി, ക്യാപ്സിക്കം, ക്യാരറ്റ് ചെറുതായി ക്യൂബായിട്ട് അരിഞ്ഞതാണ്, പിന്നെ ബീഫ്. ഇനി ചിക്കൻ ആണെങ്കിൽ ഇത് തന്നെ ചിക്കൻ എടുത്താൽ മതി. വെജ് ആണെങ്കിൽ ഇതൊന്നും വേണ്ട. ബീഫ് ഞാൻ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് വേവിച്ചതാണ്. കുക്കറിലിട്ടൊരു 20 മിനിറ്റ് നേരം വേവിച്ചു. ചിക്കൻ ആണെങ്കിൽ വേവിക്കേണ്ട ആവശ്യമില്ല, നേരെ ചെറുതായി അരിഞ്ഞ് ഞാൻ കാണിച്ചു തരാം, അതുപോലെ ചെയ്താൽ മതി. ഇനി ഒരു പാനിൽ വെള്ളം എടുത്തതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു ഇത് തിളച്ചിട്ട് ഇത് നമ്മൾ പാസ്ത വേവിക്കാനാണ്. ഈ ഒരു കപ്പ് പാസ്തയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ പാസ്ത ഞാൻ തിളച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് വെള്ളം ചൂടായിട്ടാണ് ഇതിലേക്ക് ഇടുന്നത്. ഇനി ഈ പാസ്ത ഇവിടെ കിടന്ന് വേവണം. അപ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാം, ഒരു പാനിൽ എണ്ണ ചൂടാക്കി ഇതിലേക്ക് ഞാൻ ആ വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള. ഇതിലേക്ക് ഇനി നമ്മൾ ആ ബീഫും കൂടെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം, ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട്. ചിക്കൻ ആണെങ്കിൽ ഇത് നേരെ വേവിക്കാതെ ചിക്കൻ നേരെ ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ ഇതാവുമ്പോൾ തന്നെ ചിക്കൻ വെന്തോളും. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ക്യാരറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ക്യാരറ്റ് നന്നായിട്ടൊന്ന് വഴറ്റുക. പിന്നെ വേണമെങ്കിൽ ഇത് ഓപ്ഷനാണ്, 1 സ്പൂൺ ചില്ലി സോസും 1 സ്പൂൺ സോയാ സോസും ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. മറ്റേതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇത് നോക്കിയിട്ട് വേണം ഇടാൻ. പിന്നെ കുറച്ച് ക്യാപ്സിക്കം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട്, വല്ലാതെ വെന്തൊന്നും പോകണ്ട, പക്ഷേ കുറച്ച് നേരം ഒന്ന് വഴറ്റിയിട്ട് ഇത് നമ്മൾ മാറ്റി വെക്കാൻ പോവാണ്. ഇത് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടണേ, അതും കൂടി ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇത് നമ്മളൊരു ബൗളിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇനി നമ്മൾ അപ്പോഴത്തേക്കും നമ്മൾ പാസ്ത റെഡിയായി വന്നിട്ടുണ്ട്. ഇനി പാസ്ത ഇത് വെള്ളം മാറ്റി ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കുകയാണ്. എന്നിട്ട് നമ്മൾ റെഡിയാക്കേണ്ടത് ഇനി സോസാണ്. അപ്പോൾ അതിന് ഒരു പാൻ ചൂടാക്കിയിട്ട് ഇതിലേക്ക് നമ്മൾ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനൊരു 2 ചെറിയ കഷ്ണം ബട്ടറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇനി ഈ ബട്ടർ എല്ലതും ഒന്ന് മെൽറ്റായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മളൊരു 1/2 ടീസ്പൂൺ മൈദ ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 1/2 ടീസ്പൂൺ മൈദ ഇട്ട് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക. കരിഞ്ഞ് പോവാതെ അങ്ങനെ ഇളക്കി ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 1 ഗ്ലാസ് പാൽ, നേരത്തെ എടുത്ത ആ 1 ഗ്ലാസ് പാലാണ് ഞാൻ ഇതിലേക്ക് എടുക്കുന്നത്. ഇതിലേക്ക് അത് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് എല്ലായിടത്തൊന്ന് മിക്സ് ചെയ്ത് നല്ല തിക്കാക്കണം ഇനി ഈ പാല്. ഈ വൈറ്റ് സോസ് നമ്മൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇത് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് ഇത് വൈറ്റ് പെപ്പർ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്, ബ്ലാക്ക് പെപ്പർ ആഡ് ചെയ്താലും കുഴപ്പമില്ല. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മളിത് നന്നായിട്ട് ഇനി തിളപ്പിച്ച് നല്ലൊരു തിക്ക് ബാറ്റർ ആവുന്ന വരെ നമ്മളിത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഏകദേശം ഇപ്പം ആയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ് മതി എനിക്ക്, ഏകദേശം ഇത് മതി. എന്നിട്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ബീഫും വെജിറ്റബിളും എല്ലാം കൂടെ ഉള്ളത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പാസ്ത ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പാത്രത്തിലിരുന്നിട്ട് പാസ്തൻ്റെ ഷേപ്പൊക്കെ അതായിട്ടുണ്ട്. ഇനി എന്തായാലും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വൈറ്റ് സോസ് പാസ്തയുടെ എല്ലാ ഭാഗത്തേക്കും വരുന്ന വരെ പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി കുറച്ച് ഓറിഗാനോ ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കുക. എൻ്റെ അടുത്ത് പാസ്ത സീസണിങ് ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാനത് ആഡ് ചെയ്ത് കൊടുത്തു. അതില്ലെങ്കിൽ കുഴപ്പമില്ല, ഓറിഗാനോ, ബേസിൽ, പിന്നെ അല്ലെങ്കിൽ ഈ ചില്ലി ഫ്ലേക്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ഒന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പക്ഷേ പാസ്ത സീസണിങ് ഓറിഗാനോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് വരും. പാസ്ത റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എനിവേ, കുക്ക് ഇറ്റ് ആൻഡ് ഹാവ് ഇറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.